ഈ അനീഷേട്ടൻ്റെ പേരും പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അനുമോളെ കളിയാക്കുകയാണ്. അപ്പം ആദ്യം നമ്മുടെ നെവിൻ പറയുന്നത് ഇതിലും നല്ലത് ആര്യനും അനുമോളും തമ്മിലുള്ള പ്രണയമായിരുന്നു, ഇതെന്തൊരു പ്രണയമാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അനുവിന് ഒരു 10-50 വയസ്സുള്ള ആളെയാണ് കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത്, അവൾക്ക് കെയറിങ്ങും സ്നേഹവും അല്ലേ വേണ്ടതെന്ന് പറയുമ്പം അക്ബറിനെ കെട്ടിക്കോ എന്ന് നമ്മുടെ ആദിലയോ നൂറയോ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അക്ബറിൻ്റെ ഷെറിന് എന്തോ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാണ്. അപ്പോൾ അക്ബർ പറയാണ്, ഞങ്ങളുടെ അവിടെ ഒരു രാമുച്ചേട്ടനുണ്ട്, പത്രം ഇടുന്ന ചേട്ടനാണ്, ആ ചേട്ടൻ എല്ലാ പെമ്പിളാരെ നോക്കും, അവിടെയുള്ള എല്ലാ പെണ്ണുങ്ങളെയും നോക്കുന്നുണ്ട്, ഇവളെയും നല്ലതുപോലെ നോക്കും, പുള്ളിക്ക് 2 സൈക്കിളുണ്ട്, മൂന്നാമതൊന്നുകൂടെ എടുക്കാൻ പോവാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതേപോലെ നെവിനെ അനീഷേട്ടൻ ചീത്ത പറഞ്ഞത് നെവിൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. നെവിൻ്റെ കാര്യം നോക്ക്, എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്, എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം, ഞാനൊരു പെൺകുട്ടിയോട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിച്ചിരിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ. ശരിക്കും പറഞ്ഞാൽ അനീഷേട്ടൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, ഈ നെവിൻ ഇല്ലാത്ത കാര്യമൊക്കെ ഉണ്ടാക്കി വിടുമെന്ന് പറയണം. എന്നിട്ട് അനുമോളെ കളിയാക്കുകയാണ്, നീ എസ് പറയടി, 50 ലക്ഷം നിങ്ങളുടെ 2 പേരുടെയും കൂടെ ഒരുമിച്ച് ഒരു വീട്ടിലോട്ട് പോകത്തില്ലേ, പുള്ളിക്കാണെങ്കിൽ നല്ല കൃഷിയുണ്ട്, പയറ്, വാഴ, മത്തൻ, കുമ്പളം എല്ലാം ഉണ്ട്, അതേപോലെ പശുവുണ്ട്, ചാണകമുണ്ട്, എല്ലാം കിട്ടും, അപ്പോൾ നിനക്ക് ഞങ്ങളും അടുത്തുണ്ട്, ഞങ്ങളും തൃശ്ശൂരുകാരാണ്, ഞങ്ങളും അടുത്തുണ്ടെന്നൊക്കെ അക്ബറും പറയുന്നുണ്ട്. അനീഷേട്ടൻ കാർ ഓടിക്കും, നിനക്ക് നിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിനെ വിളിക്കേണ്ട ആവശ്യമില്ല, പുകവലിയില്ല, മദ്യപാനമില്ല, ഒന്നുമില്ല. അപ്പോഴത്തേന് അനുമോൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, നെവിൻ്റെ കാര്യം നോക്കുക, എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട. ശരിക്കും ഈ കാര്യത്തിൽ അനുമോളെ പറഞ്ഞാൽ മതി, അനുമോളല്ലാതെ ആരെങ്കിലും നെവിനെ ഈ കാര്യം പറഞ്ഞ് ഏൽപ്പിക്കുമോ? നെവിൻ എന്തായാലും മൊത്തത്തിൽ നടന്നത് കുളം തോണ്ടുന്നുണ്ട്.